ഈശോയാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവ ജനമേ, നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നേ ദിനം നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ഒരു സുദിനമായി മാറട്ടെ. നിങ്ങൾ ഇടപെടുന്ന എല്ലാ രംഗങ്ങളിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം തിരുവചനം: നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്തുകൊണ്ടാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എന്ന് പറയുന്നത്? അനുഗ്രഹിക്കപ്പെട്ടവൾ എങ്ങനെ? പിതാവായ ദൈവത്തിന്റെ ഏകജാതനെ ഉദരത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധമ്മ അനുഗ്രഹീതയാണ്. അതാണ് എലിസബത്ത് ഉദ്ഘോഷിച്ചത്. കാരണം നിന്റെ ഉദരഫലം അനുഗ്രഹീതം. യേശു പിതാവിൽ നിന്ന് ജനിച്ചു. ദൈവ സ്വഭാവം മുഴുവനും ഈശോയിലുണ്ട്. മനുഷ്യ സ്ത്രീയായ മറിയത്തിൽ നിന്ന് ജനിച്ചത് വഴി മനുഷ്യ സ്വഭാവവുമുണ്ട്. ഈശോയുടെ എല്ലാ സഹനങ്ങളും ഈ മനുഷ്യ സ്വഭാവത്തിലായിരുന്നു. കുരിശിൽ മരിച്ചതും മുഴുവൻ വേദനയും തന്റെ ശരീരത്തിൽ ഏറ്റുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി. ഒപ്പം ദൈവിക സ്വഭാവം ഈശോ ഉയർത്തെഴുന്നേറ്റു മരണത്തെ പരാജയപ്പെടുത്തി. ക്രിസ്മസ് അടുത്ത് വരികയാണല്ലോ. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ മരണവും ഉയർപ്പും ഉണ്ടാകും. നമുക്ക് പാപത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് വേണ്ടാത്തതെല്ലാം ഉപേക്ഷിക്കാം. ഒപ്പം ഉത്ഥിതനായ ഈശോയോടൊപ്പം ജയിക്കാം, ഉയർക്കാം. നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.